അടുത്തത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതാണ് സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് കുറേ എയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഗോൾസ്, അതിൻ്റെ മെത്തഡോളജി പറഞ്ഞ് ഇതിൽ നിന്ന് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ് അത് നമ്മൾക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്, നമ്മൾ എന്താണ് എയിം ചെയ്തത്, എന്താണ് നമ്മൾ ഗോളായിട്ട് സെറ്റ് ചെയ്ത്, അതിനുശേഷം നമ്മൾക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് എന്താണ് കിട്ടിയത്, അതാണ് സേലിയൻ ഫീച്ചേഴ്സ്. ഒന്നാമത്തത് ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3164.7 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസുകളുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റി. സോ ഹ്യൂമൻ ജീനോമിൽ 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസുകളുണ്ടെന്ന് മനസ്സിലായി. അതാണ് ഒരു ഫീച്ചർ, അത്രയും ഹ്യൂമൻ ജീനോമിലുണ്ട്. രണ്ടാമത്തത് ദ സൈസ് ഓഫ് ദ ജീൻ വേരീസ്. നമ്മൾ കണ്ടെത്തിയ ജീനുകളുടെ സൈസുകൾ ഡിഫറെൻ്റ് ആയിരിക്കും, ചിലത് ചെറുതായിരിക്കാം, ചിലത് വലുതാവും, ചിലത് ഇതിൻ്റെ മിഡിൽ നിൽക്കുന്നതായിരിക്കാം. സോ സൈസ് ഓഫ് ദ ജീൻ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ആവറേജ് ജീൻ, ഒരു ആവറേജ് ജീനിന് മിനിമം 3000 ബേസ് ഉണ്ടായിരിക്കും. സോ ആവറേജ് ജീൻ കൺസിസ്റ്റ് ഓഫ് 3000 ബേസ്. ജീനുകളുടെ സൈസ് വേരി ചെയ്തിരുന്നാലും ഒരു ആവറേജ് ജീനിന് 3000 ബേസുകൾ ഉണ്ടായിരിക്കും. ഇനി ഏറ്റവും ലാർജസ്റ്റ് ജീനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ജീൻ എന്ന് പറയുന്നത് ഡിസ്ട്രോഫിൻ, മസ്കുലാർ ഡിസ്ട്രോഫിക്ക് കാരണമായിട്ടുള്ള ജീനാണ് ഡിസ്ട്രോഫിൻ എന്ന് പറഞ്ഞ ജീൻ. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ജീനാണ് ഡിസ്ട്രോഫിൻ. അതിൽ 2.4 മില്യൺ ബേസുകളാണത്. 2.4 മില്യൺ. ഒരു ആവറേജ് ജീനിന് 3000 ബേസും ഏറ്റവും ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ലാർജസ്റ്റ് ജീനാണ് ഡിസ്ട്രോഫിൻ, മസ്കുലാർ ഡിസ്ട്രോഫിക്ക് കാരണമായിട്ടുള്ളത്. ആ ജീനിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2.4 മില്യൺ ബേസുകളാണ്. ഇനി പറയുന്നത് അടുത്ത സേലിയൻ ഫീച്ചേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് ജീൻ എസ്റ്റിമേറ്റഡ്. നമ്മൾക്ക് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പറ്റിയത് ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് 30,000 ജീനുകളാണ്. നമ്മളത് വിചാരിച്ചിരുന്നത് ഇത് വളരെ കുറവാണ്, ഇതിനേക്കാളും മച്ച് ലോവർ ദാൻ പ്രീവിയസ് എസ്റ്റിമേറ്റ്. മുമ്പ് പ്രീവിയസ് എസ്റ്റിമേറ്റ് എടുത്തു വെച്ചത് 80,000 to 1,40,000, 1,40,000, 80,000 തൊട്ട് 1,40,000 വരെ ജീനുകളുണ്ടെന്ന് ഒരു പ്രീവിയസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും വളരെ കുറവായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ജീൻസാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയത്. അതായത് 30,000 ജീനുകളെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഇനി ഓൾമോസ്റ്റ് എല്ലാ ന്യൂക്ലിയോടൈഡും ഈ കണ്ടുപിടിച്ച ആ ജീനോമിലെ ആ ജീനുകളിലെ എല്ലാ ന്യൂക്ലിയോടൈഡ് ബേസുകളും 99.9% എക്സാക്ട്ലി സിമിലർ ഓർ സെയിം ഇൻ ഓൾ ഹ്യൂമൻ ബീങ്സ്. എല്ലാ ഹ്യൂമൻ ബീങ്സിലും എല്ലാ പീപ്പിളിലും ഒരേപോലെയാണ്. 99.9% എല്ലാ ന്യൂക്ലിയോടൈഡ് ബേസുകളും എല്ലാവരിലും ഒരുപോലെയാണ്. അപ്പോൾ എത്രമാത്രം വേരിയേഷൻ ഉള്ളൂ? 0.1% വേരിയബിലിറ്റി ഉള്ളൂ. ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് അടുത്ത ഹ്യൂമൻ ബീയിങ്ങിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ജസ്റ്റ് 0.1% ഉള്ളൂ. ബാക്കി 99.9% എല്ലാ മനുഷ്യന്മാരിലും ഒരേപോലെയാണ് ന്യൂക്ലിയോടൈഡ് ബേസ്. നമ്മൾ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് 99.9% എല്ലാവരുടെയും ന്യൂക്ലിയോടൈഡ് ബേസ് ഈ ജീനോമിലുള്ളത് സെയിം ആണ്. വെറും 0.1% മാത്രമേ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്കുള്ള ന്യൂക്ലിയോടൈഡ് ബേസുകൾ ഡിഫറൻസ് ഉള്ളൂ. അതാണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് 50% ഓഫ് ഡിസ്കവേർഡ് ജീൻ. കണ്ടുപിടിച്ച ഈ 30,000 ജീനുകൾ എസ്റ്റിമേറ്റ് ചെയ്തതിൽ 50% കണ്ടുപിടിച്ച ജീനുകളിലും നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് അറിയില്ല. സോ കണ്ടുപിടിക്കപ്പെട്ട 50% ജീനുകളുടെയും ഫങ്ഷൻ ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 50% ജീനുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ 50% ജീനുകളുടെ ഫങ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കപ്പെട്ട 50% ജീനുകളുടെയും ഫങ്ഷൻ ഇപ്പോഴും അറിയില്ല. അടുത്തത് അതിൻ്റെ ഫീച്ചേഴ്സ് ലെസ് ദാൻ 2%. ഈ കണ്ടുപിടിക്കപ്പെട്ട ജീനുകളിൽ 2% താഴെ മാത്രം, ജീനോമിൽ 2% താഴെ മാത്രമേ അവർ പ്രോട്ടീൻ സിന്തസിസിന് കോഡ് ചെയ്യുള്ളൂ. സോ പ്രോട്ടീൻ സിന്തസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കോഡ് ചെയ്യുന്ന ജീനുകൾ വെറും 2% താഴെയാണ്. അടുത്തത് റിപ്പീറ്റഡ് സീക്വൻസുകൾ. റിപ്പീറ്റ് ചെയ്ത് ചില സീക്വൻസുകൾ ജീനോമിൽ കാണപ്പെടുന്നു. ആ റിപ്പീറ്റഡ് സീക്വൻസുകളാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ജീനോമിൽ ലാർജസ്റ്റ് കണ്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. സോ റിപ്പീറ്റഡ് സീക്വൻസ് മേക്കപ്പ് ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ ജീനോം. ഒരു ഹ്യൂമൻ ജീനോം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? റിപ്പീറ്റഡ് സീക്വൻസുകളാണ്.
ഇത്രയൊക്കെയാണ് സേലിയൻ ഫീച്ചേഴ്സ് 7 എണ്ണം. ഇനി വരെ ഒരിക്കൽ കൂടി പറയാം, ഹ്യൂമൻ ജീനോമിൽ 3164.7 മില്യൺ ന്യൂക്ലിയോട്ടൈഡ് ബേസുകളുണ്ട്. അതിൽ സൈസുകൾ വേരി ചെയ്തിരിക്കാം. അതിൽ എവറേജ് ജീൻ്റെ സൈസ് എന്ന് പറയുന്നത് 3000 ബേസാണ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ജീനാണ് ഡിസ്ട്രോഫിൻ. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2.4 മില്യൺ ബേസാണ്. ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് എസ്റ്റിമേറ്റ് ചെയ്തത് 30,000 ആണ്. നമ്മുടെ പ്രീവിയസ് എസ്റ്റിമേറ്റ് വന്നത് 80,000 തൊട്ട് 1,40,000 ജീനാണ്. പക്ഷേ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയത് വെറും 30,000 ജീൻസ് മാത്രമേ ഉള്ളൂ, വളരെ കുറവ്. എന്നാൽ എല്ലാ ന്യൂക്ലിയോട്ടൈഡ് ബേസുകളും ഈ 99.9% ആൾക്കാരിലും സെയിം ആണ്. ജസ്റ്റ് 1% വേരിയേഷൻ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഉള്ളൂ. അതുപോലെ കണ്ടുപിടിക്കപ്പെട്ട ജീനുകളിൽ 50% ജീനുകളിൻ്റെയും ഫംഗ്ഷൻ ഇപ്പോഴും അറിയില്ല. അതുപോലെ കണ്ടുപിടിക്കപ്പെട്ട ജീനുകളിൽ 2% താഴെ മാത്രമേ പ്രോട്ടീനെ കോഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഹ്യൂമൻ ജീനോമിൽ ഏറ്റവും മേജർ കണ്ടൻ്റ് ആയിട്ടിരിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സീക്വൻസുകളാണ്. അടുത്ത സേലിയൻ ഫീച്ചറാണ് റിപ്പീറ്റേറ്റീവ് സീക്വൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ ജീനോമിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് റിപ്പീറ്റേറ്റീവ് DNA ആണ്. റിപ്പീറ്റേറ്റീവ് സീക്വൻസുകൾ എന്ന് പറയുന്നത് ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് DNA സ്ട്രെച്ചസ് തന്നെയാണ് ഈ പറഞ്ഞ റിപ്പീറ്റേറ്റീവ് സീക്വൻസുകൾ. ഷോർട്ട് സ്ട്രെച്ചസ് ഓഫ് DNA സീക്വൻസ് റിപ്പീറ്റഡ് മെനി ടൈംസ്, ഒരുപാട് തവണ, 100 മുതൽ 1000 തവണ വരെ, 100 to 1000 ടൈംസ് വരെ ഈ റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസുകൾ ഹ്യൂമൻ ജീനോമിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രത്യേക പൊസിഷനിൽ ഒരു 100 എണ്ണം അല്ലെങ്കിൽ 200 ഇങ്ങനെ റിപ്പീറ്റ്, AT അല്ലെങ്കിൽ TA കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും TA അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് സ്ട്രെച്ചസ് ഓഫ് DNA തന്നെയാണ്. അത് മെനി ടൈംസ് 100 മുതൽ 1000 തവണ വരെ റിപ്പീറ്റ് ചെയ്ത് ഈ ഹ്യൂമൻ ജീനോമിൽ കാണപ്പെടുന്നു. സോ ഈ റിപ്പീറ്റേറ്റീവ് സീക്വൻസുകൾ ഒന്നിനെയും കോഡ് ചെയ്യുന്നതല്ല. ഈ സീക്വൻസിൽ നോ ഡയറക്റ്റ് കോഡിംഗ് ഫംഗ്ഷൻ, ഒന്നിനെയും കോഡ് ചെയ്യുന്നവയല്ല ഈ റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസുകൾ. പക്ഷേ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാൽ ഈ റിപ്പീറ്റഡ് DNA സീക്വൻസുകൾ ഐഡൻറ്റിഫൈ ചെയ്തതോടുകൂടി നമുക്ക് ഒരുപാട് ക്രോമസോം സ്ട്രക്ചറിനെ കുറിച്ചും ആ ക്രോമസോം ഡൈനാമിക്സ് ആൻഡ് ഇവല്യൂഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് അതിലോട്ടൊരു ലൈറ്റ്, അതിൻ്റെ പഠനത്തിലേക്ക് ഒരു വഴി തെളിച്ചു. ക്രോമസോം സ്ട്രക്ചർ, ഡൈനാമിക്സ് ആൻഡ് ഇവല്യൂഷൻ എന്നീ കാര്യങ്ങളുടെ പഠനത്തിലേക്കും അതിലേക്ക് ഒരു ലൈറ്റാണ് ആക്ച്വലി റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസ് തന്നത്. സാധാരണയായിട്ട് റിപ്പീറ്റഡ് DNA സീക്വൻസുകൾ എന്താണ്, ഒന്നിനെയും കോഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും ആ റിപ്പീറ്റഡ് DNA സീക്വൻസ് ഉണ്ട് എന്ന് പഠിക്കാൻ കഴിഞ്ഞതിൽ, അറിയാൻ കഴിഞ്ഞതിൽ നിന്ന് ക്രോമസോം സ്ട്രക്ചറിനെ കുറിച്ചും അതിൻ്റെ ഇവല്യൂഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ക്രോമസോം 1 എന്നതിലാണ് മോസ്റ്റ് ജീൻസ്. ക്രോമസോം 1 കാണുന്ന ജീൻസ് എന്ന് പറഞ്ഞാൽ 2968. നമ്മൾ ലാർജസ്റ്റ് ജീൻ പറഞ്ഞിരുന്നു. ഇതിൽ ക്രോമസോം 1 ഏറ്റവും കൂടുതൽ ജീൻ കാണപ്പെടുന്നത്. ക്രോമസോം 1 2968 ജീനുകളും, അതുപോലെ വൈയിലാണ് ഏറ്റവും കുറവ് ജീനുള്ളത് 231. സോ ക്രോമസോം 1 2968 ജീനുകളും, അതുപോലെ ക്രോമസോം ഇതിൽ വൈയിലാണെങ്കിൽ ഏറ്റവും കുറച്ച് ജീനുകൾ, ഏറ്റവും കുറവുള്ള ജീന് 231. ഇനി ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ സയൻറ്റിസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി 1.4 മില്യൺ ലൊക്കേഷൻസ് ഹ്യൂമൻ ജീനോമിൽ അവർക്ക് കണ്ടെത്താൻ പറ്റി. 1.4 മില്യൺ ലൊക്കേഷനിൽ സിംഗിൾ ബേസ് DNA ഡിഫറൻസ്, ഒറ്റ DNA ഒരു ബേസ് DNA ഒറ്റ ബേസിൽ മാത്രം വരുന്ന ഡിഫറൻസുകളാണ് സിംഗിൾ ബേസ് DNA ഡിഫറൻസ്. അതിനെ സ്നിപ്സ് എന്ന് പറയും, സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പോളിമോർഫിസം. ഒറ്റ ന്യൂക്ലിയോട്ടൈഡിൽ മാത്രം, നമ്മൾ പോയിന്റ് മ്യൂട്ടേഷൻ ഒക്കെ പറയുന്ന പോലെ ഒറ്റ ബേസിൽ മാത്രം വരുന്ന ഡിഫറൻസുകളാണ് സിംഗിൾ ബേസ് DNA ഡിഫറൻസ് അല്ലെങ്കിൽ സ്നിപ്സ്, സിംഗിൾ ന്യൂക്ലിയോട്ടൈഡ് പോളിമോർഫിസം. ഒരു ന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ ഒരു ബേസിൽ മാത്രം വരുന്ന ഡിഫറൻസ് നമ്മുടെ സയൻറ്റിസ്റ്റിന് 1.4 മില്യൺ ലൊക്കേഷൻസിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. ഹ്യൂമൻസിൽ അപ്പോൾ 1.4 മില്യൺ ലൊക്കേഷനിൽ ഒരൊറ്റ സിംഗിൾ ബേസിൽ തന്നെ ഏതെങ്കിലും ഒരു ബേസിൽ മാത്രം ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ പോളിമോർഫിസം ഡിഫറൻസ് സ്നിപ്സ് ആയിട്ട് കാണാൻ പറ്റി. ഇത് നമ്മുടെ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വലിയൊരു വാഗ്ദാനമാണ് നമുക്കത്. എന്ത് പ്രോമിസാണ് തരുന്നത്? ടു ഫൈൻഡ് ഔട്ട് ക്രോമസോമൽ ലൊക്കേഷൻ ഫോർ ഡിസീസ് അസോസിയേറ്റഡ് സീക്വൻസുകൾ.
നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പല പല ഡിസീസുകൾക്ക് ആ ഡിസീസുകൾ ഉണ്ടാവാനുള്ള സീക്വൻസുകൾ എന്താണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സോ ക്രോമസോമൽ ലൊക്കേഷൻസ്, ഏത് ക്രോമസോമിലാണ് ഈ ഡിസീസ് ഉണ്ടാകുന്നത്, ഏത് പെർട്ടിക്കുലർ ക്രോമസോമിലാണ്, ആ സീക്വൻസുകളെക്കുറിച്ചും അതുപോലെ ഹ്യൂമൻ ഹിസ്റ്ററി ട്രേസ് ചെയ്യാനും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഒരുപാട് സഹായിച്ചു. സോ ഹ്യൂമൻ ജീനോം ഐഡൻറ്റിഫൈ ചെയ്തതോടുകൂടി നമുക്ക് ക്രോമസോമൽ ലൊക്കേഷൻ, ഡിസീസിന് കാരണക്കാരായിട്ടുള്ള ആ ലൊക്കേഷൻസും അതിൻ്റെ അസോസിയേറ്റ് ഡിസീസിന് എങ്ങനെയാണ് നോർമൽ സീക്വൻസ്, ഡിസീസ് സീക്വൻസ്. സോ നോർമൽ സീക്വൻസ് എന്താണ്, ഡിസീസ് സീക്വൻസ്, ഡിസീസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ബോഡിയിലായി അവരുടെ ബോഡിയിൽ സീക്വൻസുകൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്. സോ അത് ഏത് ക്രോമസോമിലാണ്. സോ ഡിസീസ് സീക്വൻസുകളും അതിൻ്റെ ക്രോമസോമൽ ലൊക്കേഷൻസും കണ്ടുപിടിക്കാൻ സാധിച്ചു. അങ്ങനത്തെ ഒരു വാഗ്ദാനം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ ഹിസ്റ്ററീനെ ട്രേസ് ചെയ്യാനും സഹായിക്കുന്നു. അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ സേലിയൻ്റ് ആയിട്ട്. ഇത്രയൊക്കെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ സേലിയൻ്റ് ആയിട്ടുള്ള വളരെ എടുത്തു പറയാവുന്ന ഫീച്ചേഴ്സുകൾ.